Hello dear students, all of you welcome to the class. Your 7th chapter, Employment, Growth, Informalization and Other Issues. ഇതിനോടനുബന്ധിതമായ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് ഞാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, സോ ഹിയർ ക്വസ്റ്റ്യൻ നമ്പർ 1, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് are some instances of people engaging in economic activity in given below. ഐഡന്റിഫൈ വർക്കേഴ്സ് ഫ്രം ദെയർ. അതായത് ജനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പോരുന്നതിന് ചില ഉദാഹരണങ്ങളാണ് താഴെ. ഇതിലെ വർക്കേഴ്സ് എവിടെ നിന്നുള്ളവരാണെന്ന രീതിയിലാണ് പറയേണ്ടത്. അതായത് എ മാൻ ഹൂ ടെമ്പററിലി അബ്സ്റ്റെയിൻസ് ഫ്രം വർക്ക് ഡ്യൂ ടു ഇൽനെസ്, എ വുമൺ ഈസ് പെയ്ഡ് ബൈ ഹർ എംപ്ലോയർ, എ സെൽഫ് എംപ്ലോയിഡ് ഫാർമർ, ആൾ ദി എബോവ്. ആൻസർ, ഈ പറയുന്ന എല്ലാവരും തന്നെ വർക്കുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതായതുകൊണ്ട് ആൾ ദി എബോവ് ആണ് ആൻസർ. എക്കണോമിക് ആക്ടിവിറ്റി, വിച്ച് എമംഗ് ദി ആക്ടിവിറ്റി ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ, മൈനിങ്. ഇതിനകത്ത് ഏതാണ് ആക്ടിവിറ്റി എന്നുള്ളത്? അതിന്റെ ആൻസർ മൈനിങ് ആണ്. താഴെ പറയുന്നതിൽ ആക്ടിവിറ്റി പ്രവർത്തനം എന്ന രീതിയിലുള്ളത് മറ്റുള്ളവയും പ്രവർത്തനങ്ങൾ തന്നെയാണ്, പക്ഷെ മൈനിങ് ആണ് ഇവിടെ എടുത്തു പറയുന്ന ആൻസർ. ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏത്? NSSO. ദാറ്റ് ഈസ് ദി ഓർഗനൈസേഷൻ. ആൻസർ NSSO. Then the activity not included in the secondary sector. സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടാത്ത ആക്ടിവിറ്റി ഏത്? ക്വാറിയിങ്. The correct answer workforce refers to that part of. കറക്റ്റ് ആൻസർ ഏതാ? വർക്ക് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ലേബർ ഫോഴ്സ് വിച്ച് ഈസ് എംപ്ലോയിഡ്, അതാണ് കറക്റ്റ് ആൻസർ. വർക്ക് ഫോഴ്സ് എന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ റൈറ്റ് ആൻസർ എന്താണ് വർക്ക് ഫോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ലേബർ ഫോഴ്സ് വിച്ച് ഈസ് എംപ്ലോയിഡ്. The sector in main source of employment for the majority of workers in India is. ഏത് സെക്ടറിലാണ് മജോറിറ്റി ഓഫ് വർക്കേഴ്സ് എംപ്ലോയ് ചെയ്യുന്നത്? പ്രൈമറി സെക്ടർ. ഹു ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഓർഗനൈസേഷൻ നേരത്തെ വന്നതാണ് NSSO. അതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇറ്റ് ഹാസ് ഡെവലപ്ഡ് ദി കൺസെപ്റ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് സ്യൂട്ടബിൾ ടു ഇന്ത്യൻ കണ്ടീഷൻസ്. The newly emerging jobs are found mostly in dash the sector. Answer, സർവീസ് സെക്ടർ. അതായത് പുതുതായി ആവിർഭവിച്ചു വരുന്ന തൊഴിലുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ മിക്കതും തന്നെ കണ്ടുവരുന്നത് ഏത് മേഖലയിലാണ്? സർവീസ് സെക്ടറിലാണ്. ദ മെയിൻ സെക്ടർ പ്രൊവൈഡിംഗ് മാക്സിമം എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ, അഗ്രികൾച്ചറൽ സെക്ടർ ഓർ ദ പ്രൈമറി സെക്ടർ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. മീന ഈസ് എ ഹൗസ് വൈഫ്. ബിസൈഡ്സ് ടേക്കിംഗ് കെയർ ഓഫ് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, she works in a cloth shop which is owned and operated by her husband. Can she be considered as a worker? Why? മീന ഒരു വീട്ടമ്മയാണ്. വീട്ടിലെ ജോലി മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ക്ലോത്ത് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലോത്ത് ഷോപ്പ് അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അവളുടെ ഹസ്ബൻഡാണ്. ഇവളെ നമുക്ക് ഇവിടെ ഒരു വർക്കറായിട്ട് പരിഗണിക്കാൻ സാധിക്കുമോ? എങ്കിൽ എന്തുകൊണ്ട്? അതിന്റെ ആൻസർ, മീനാസ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലോത്ത് ഷോപ്പ് ഓൺഡ് ബൈ ഹർ ഹസ്ബൻഡ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് എ ആക്ടിവിറ്റി ഓഫ് എ വർക്കർ. എന്തുകൊണ്ടാ? ബിക്കോസ് സിൻസ് ഷീ ഈസ് നോട്ട് പെയ്ഡ് ഫോർ ഹർ സർവീസ്. പെയ്ഡ് ഫോർ ഹിസ് സർവീസിന് അവിടെ പേയ്മെന്റ് കിട്ടുന്നില്ല. സർവീസിന് പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ വർക്കർ ആവുള്ളൂ. ഈ ഷീ വർക്ക്സ് ഇൻ ദ ഷോപ്പ് ഓൺഡ് ബൈ സം അതർ പേഴ്സൺ ആൻഡ് ഈസ് പെയ്ഡ് ഫോർ ഹർ സർവീസസ്, ദെൻ ഷീ വിൽ ബി കൺസിഡേർഡ് ആസ് എ വർക്കർ. അതായത് വേറെ പുറത്തുള്ള ആരെങ്കിലുമാണ് ആ ഷോപ്പ് നടത്തിക്കൊണ്ട് പോയിട്ട് അവൾ വർക്ക് ചെയ്യുന്ന അത്രയും സമയത്തിന് അവൾക്ക് പേയ്മെന്റ് കൊടുക്കുകയായിരുന്നു എങ്കിലേ അവളുടെ സേവനം തീർച്ചയായിട്ടും ഒരു വർക്കറിന്റെ സേവനമായിട്ട് പരിഗണിക്കാമായിരുന്നു. ഇവിടെ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, then any 5 activities that contribute to national income in India. List any 5 activities. national income contribute ചെയ്യുന്ന 5 activities ഇവിടെ ലിസ്റ്റ് ചെയ്യുക. You know the activities that contribute to national income in India are: 1 farming, 2nd one trading, 3rd one mining, 4th one treatment of a doctor in the hospital, then manufacturing, then forestry. Okay, the next question, distinguish between usual status and weekly status.
Answer. Usual status refers to a situation where a person usually spends majority of his time in work. In India, 183 days of work is a standard cutoff per usual status. On the other hand, if the person is found to be part of the workforce during the stipulated week, he will be considered as employed by weekly status. വീക്ക്ലി സ്റ്റാറ്റസും യൂഷ്വൽ സ്റ്റാറ്റസും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാണ് ചോദ്യം. യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അതൊരു അവസ്ഥയാണ്. അവിടെ വ്യക്തികൾ എല്ലാവരും പതിവായിട്ട് മജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് വർക്കിൽ പ്രധാനമായിട്ടും എന്ന രീതിയിൽ മജോറിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നു. 183 ഡേയ്സ് ഓഫ് വർക്കാണ് ഒരു സ്റ്റാൻഡേർഡ് കട്ട് ഓഫ് പെർ യൂഷ്വൽ സ്റ്റാറ്റസ് ആയിട്ട് കണക്കാക്കുന്നത്. നേരെ മറിച്ച് ഒരു വ്യക്തി അയാളെ നാം കാണുകയാണ് പാർട്ട് ഓഫ് വർക്ക് ഫോഴ്സ് മാത്രമാണ് സ്റ്റിപ്പുലേറ്റഡ് വീക്കിലെ അയാൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എംപ്ലോയിഡ് ബൈ വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയാം. എ പാർട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ് ഡ്യൂറിംഗ് ദ സ്റ്റിപ്പുലേറ്റഡ് വീക്ക് ഹി വിൽ ബി കൺസിഡേർഡ് ആസ് എംപ്ലോയിഡ് ബൈ വീക്ക്ലി സ്റ്റാറ്റസ്. ഓക്കെ, ഗിവൺ ബിലോ സം economic activities. Next question ആണ് classify them as primary, secondary, tertiary activities. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അവയെ ക്ലാസിഫൈ ചെയ്യണം. അഗ്രികൾച്ചർ, മൈനിങ്, ക്വാറിയിങ് അത് പ്രൈമറി സെക്ടറിൽ വരും. സെക്കൻഡറി സെക്ടറിൽ വരുന്നത് മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ എന്നിവയാണ്. ടെർഷ്യറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ് എക്സെട്ര. Then what is worker population ratio? എന്താണ് worker population ratio? You know, worker population ratio is the percentage of the total population engaged in work. When the total number of workers is divided by the population and multiplied by 100, we get the worker population ratio. എന്താണ് worker population ratio? ടോട്ടൽ പോപ്പുലേഷൻ എത്രത്തോളം ആളുകൾ വർക്കിൽ എൻഗേജ് ചെയ്യുന്നുണ്ടോ അവരുടെ പെർസെൻറ്റേജ് ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. നമ്മുടെ വർക്കറിന്റെ ടോട്ടൽ നമ്പർ എടുത്തിട്ട് അവയെ നമ്മൾ പോപ്പുലേഷൻ മൊത്തം എത്രയാണോ ഉള്ളത് ആ പോപ്പുലേഷൻ കൊണ്ട് ഈ വർക്കർ ഫോഴ്സിനെ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോഴാണ് നമുക്ക് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, സോ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രധാനമായിട്ടും ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് divided by population into 100. Okay, write a short note of RLGP, Rural Labor Employment Guarantee Program എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മലയാളം പറയില്ലേ, അതാണ്. അതെന്താണ്, അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതുക എന്ന് ചോദിക്കാം. RLGP stands for Rural Landless Employment Guarantee Program. Rural Landless Employment Guarantee Program. Okay, it was introduced in August 1983. This program guarantees employment to at least one member of every landless family up to 100 days in a year. Okay, അപ്പോൾ Rural Landless Employment Guarantee Program. ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1983 ഓഗസ്റ്റിലാണ്. ഈ പ്രോഗ്രാം പ്രധാനമായിട്ടും അതായത് ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് ഗ്രാമീണ മേഖലയിലെ ഒരു വർഷത്തില് 100 ദിവസം തൊഴിൽ ദാനം ചെയ്യുന്ന അല്ലെ തൊഴിൽ ഉറപ്പ് നൽകുന്ന പരിപാടിക്കാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അഥവാ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ തൊഴിലുറപ്പ് പദ്ധതിയാണിത്. ഓക്കെ, then match the following ആണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ ഇത്രയും എ പാർട്ടിൽ തന്നിട്ടുണ്ട്. ബി പാർട്ടിൽ തന്നിരിക്കുന്നത് സ്കൂൾ ടീച്ചർ, ഫാർമർ, വെൽഡർ ഇൻ എ ഫാക്ടറി. അത് എയിൽ നിന്ന് ബിയിലെ പാർട്ടിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അത് എടുത്ത് എഴുതണം. എയിലെ പ്രൈമറി സെക്ടർ അത് ഫാർമർ ആണ് ആൻസർ. സെക്കൻഡറി സെക്ടർ വെൽഡർ ഇൻ എ ഫാക്ടറി അതാണ് ആൻസർ. ടെർഷ്യറി സെക്ടർ സ്കൂൾ ടീച്ചർ. ഓക്കെ, സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടീച്ചിങ് ഒക്കെ. Then next question, Raj is going to school. When he is not in school, you will find him working in his farm. Can you consider him as a worker? Why? Answer, Raj, when he is busy in his farm, contributed to production, but he is not paid for his work. He helps his parents in an agricultural job, and as he is not paid, he is not a paid worker.
അതായത് വർക്കിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത് വെച്ചാൽ ആ ചെയ്യുന്നയാൾക്ക് പേയ്മെന്റ് കിട്ടിയില്ല എങ്കിൽ അവിടെ ഒരു വർക്കർ ആവില്ല. താനൊരു വർക്ക് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ അയാൾ ഒരു വർക്കർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ രാജു സ്കൂളിൽ പോകുന്നു, പക്ഷേ സ്കൂളിലല്ലാത്ത സമയത്ത് അവൻ ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാമിൽ വർക്ക് ചെയ്യുന്നത് തന്റെ പാരന്റ്സിന് അഗ്രികൾച്ചറൽ ജോബ്സിൽ സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ അവൻ അവിടെ പേയ്മെന്റ് ഒന്നും തന്നെ ജോബിൽ കിട്ടുന്നില്ലാത്തത് കൊണ്ട് അവൻ ഒരു പെയ്ഡ് വർക്കർ അല്ല എന്ന് വേണം പറയാൻ. ഓക്കെ, the next question, Kerala economy is experiencing huge unemployment problems. Similarly, the number of workers from outside Kerala are visiting our states and engaging in different activities. What do you infer from this? Justify your answer. അതായത് കേരള എക്കോണമി പ്രധാനമായും അനുഭവിച്ചു പോരുന്ന വലിയൊരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുക. അതേപോലെ തന്നെ ഇവിടുത്തെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഔട്ട്സൈഡ് കേരള എന്ന് പറയുന്നതും വളരെയധികമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഔട്ട്സൈഡ് വർക്കേഴ്സ് വളരെയധികം വ്യത്യസ്തങ്ങളായ ജോലിയിൽ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ പിന്താങ്ങുന്നത്? ആൻസർ: In Kerala, there exist problems of unemployment, especially educated unemployment. The educated people are usually unwilling to engage in manual works and therefore prefer white-collar jobs. They often go outside the state and even abroad to find a suitable job in accordance with their education level. At that same time, the usual works in the states are done by people coming from outside the state. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ കേരളം എന്ന പോലുള്ള ഒരു സംസ്ഥാനം അനുഭവിച്ചു പോരുന്ന ഏറ്റവും രൂക്ഷമായ ഒരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ വിദ്യാസമ്പന്നരായ ആൾക്കാരും സാധാരണ രീതിയിലെ അവർ മാനുവൽ ആയിട്ടുള്ള കൈത്തൊഴിലായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഔട്ട്സൈഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാര് ഇങ്ങോട്ട് വരികയും നമ്മുടെ ഇവിടെയുള്ള ആൾക്കാര് എബ്രോഡിലേക്ക് പോവുകയും അങ്ങനെ അവർക്ക് താല്പര്യമുള്ള ജോലി കണ്ടെത്തുവാനുമാണ് എഡ്യൂക്കേഷൻ ലെവലിലുള്ള ആൾക്കാർ ആഗ്രഹിച്ചു പോരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സർവ്വസാധാരണ ഇവിടെ ചെയ്യേണ്ടി വരുന്ന മാനുവൽ വർക്കെല്ലാം തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ വെളിയിലുള്ള ആൾക്കാരാണ് ഇവിടെ എത്തുക എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, then some other questions. Name some of the recent employment generation programs launched by the government of India. ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കി പോന്നിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ആൻസർ: Following are some of the recent employment generation programs launched by the government of India. First one, Rural Landless Employment Guarantee Program, RLEGP, then National Rural Employment Guarantee Program, NREGP, then Bharat Nirman Program, then Janagi Suraksha Yojana. Okay. Next question. Distinguish between open unemployment and technical unemployment. You know, when a country's labor force does not get opportunities for gainful employment, it is termed as open unemployment. On the other hand, technical unemployment refers to persons who have been thrown out of the work by the introduction of superior technology. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള തൊഴിലാളികളെ, ആ തൊഴിൽ ശക്തിയെ അവർക്ക് യാതൊരു തരത്തിലുള്ള നേട്ടകരമായ അല്ലെങ്കിൽ നേട്ടം ലഭ്യമാകുന്ന തരത്തിലുള്ള ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ലഭ്യമല്ലാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. മറിച്ച് ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർ ടെക്നോളജിയുടെ അഭാവം കൊണ്ട്, അതായത് സാങ്കേതികപരമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് തൊഴിലാളികൾ അത്തരത്തിലുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും നേടാതെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലവിലുള്ള തൊഴിലിൽ നിന്നും പുറത്താകപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ സുപ്പീരിയർ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഖേന നിലവിലുള്ള തൊഴിൽ നഷ്ടമാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുക. ഓക്കെ, ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ്. Then classify the following into organized sector and unorganized sector. താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഓർഗനൈസ്ഡ് സെക്ടറിൽ പെടുന്നത് ഏതാണ്, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പെടുന്നത് ഏതാണ്? ഓക്കെ, അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നത് സ്കൂൾ ടീച്ചർ, ബിസിനസ് എക്സിക്യൂട്ടീവ്, മെക്കാനിക്, റെയിൽവേ ടിക്കറ്റ് എക്സാമിനർ, കോളേജ് പ്രൊഫസർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എക്സെട്ര. ദെൻ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നോക്കിയാൽ സ്ട്രീറ്റ് വെൻഡർ, അഗ്രികൾച്ചറൽ ലേബറർ, ഹെഡ് ലോഡ് വർക്കർ, കാർട്ട് പുള്ളർ, വാഷർമാൻ എക്സെട്ര. ഓക്കെ, the next question, analyze the recent trends in sectoral distribution of workforce in India.
സെക്ടോറൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇന്ത്യയിലെ വർക്ക് ഫോഴ്സ്, ലേബർ ഫോഴ്സിന്റെ സെക്ടോർ ഓരോ സെക്ടർ വൈസ് എടുക്കുമ്പോഴേക്കും ഈ സെക്ടോറൽ ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു റീസെന്റ് ട്രെൻഡ് എന്താണെന്ന് അനലൈസ് ചെയ്യുക. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടർ. These are the three sectors. Then primary sector is the main source of employment for majority of workers in India. Secondary sector provides employment to only 16% of workforce. About 24% of workers are in service sector. More than 3/4 of the workforce in the rural India depends on agriculture and mining. About 10% of the rural workers are working in manufacturing industries, construction and other sectors. അതായത് ഇന്ത്യയിലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ 3 പ്രധാന മേഖലകളാണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടർ ആണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ വർക്ക് ഫോഴ്സിനെ കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡറി സെക്ടറിലാവട്ടെ 16% മാത്രമാണ് വർക്ക് ഫോഴ്സിൽ എൻഗേജ് ചെയ്യാൻ അവസരം കിട്ടുക. ഏകദേശം 24% വർക്കേഴ്സും സർവീസ് സെക്ടറിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി 3/4 ഓഫ് ദ വർക്ക് ഫോഴ്സ് റൂറൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചറിനെയും മൈനിങ്ങിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. 10% ഓഫ് ദ റൂറൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലും കൺസ്ട്രക്ഷൻ പോലുള്ള മേഖലകളിലുമൊക്കെയാണ് വർക്ക് ചെയ്തു പോരുന്നത്. ഇനി സർവീസ് സെക്ടറിലേക്ക് നോക്കിയാലോ. സർവീസ് സെക്ടർ പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ടു ഓൺലി 13% of the rural workers. About 60% of the urban workers are in the service sector. The secondary sector gives employment to about 30% of the urban workforce. Women workers concentration is very high in primary sector. Men get opportunities in both secondary and service sectors. Okay. സർവീസ് സെക്ടറിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന